Thank you so much, Dinesh sir. And thank you so much, Manojini, for this wonderful platform, first of all. So, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലേ? നമുക്ക് ഹെൽത്ത് രാവിലെ നമുക്ക് എക്സസൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് മൈൻഡ് പവർ ടിപ്പ് കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ടിപ്പും കിട്ടാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്, Manojini. സോ വൺസ് അഗൈൻ ഞാനൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം. മൈസെൽഫ് സുജലാൽ, പ്രൊഫഷണൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, സർട്ടിഫൈഡ് ന്യൂട്രീഷ്യനിസ്റ്റ് ആൻഡ് വെയിറ്റ് ലോസ് കോച്ച് ആൻഡ് മാരത്തോൺ റണ്ണർ. സോ ലെറ്റ്സ് ഹാവ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മൈൻഡ് പവർ, നമ്മൾ ഇപ്പൊ കുറച്ചാളായി സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ലെറ്റ്സ് ഹാവ് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ടു റിമൂവ് യുവർ മെന്റൽ ബ്ലോക്സ്. നമുക്ക് മെന്റൽ ബ്ലോക്സിനെ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മളൊരു വലിയൊരു പ്രോബ്ലത്തിൽ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരാൻ നമുക്കൊരു മാർഗമില്ല, നമുക്കൊരു വഴി കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? സോ വളരെ സിമ്പിൾ ആണ് ആൻസർ. എല്ലാ പ്രോബ്ലത്തിന്റെ ഉള്ളിലും അതിന്റെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത്. എല്ലാ പ്രോബ്ലത്തിനുള്ളിലും അതിന്റെ സൊല്യൂഷൻ ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ യു ഷുഡ് ലിസൺ ആൻഡ് ഫോളോ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിത്ത് പെർഫെക്റ്റ് കോൺഫിഡൻസ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെർഫെക്റ്റ് കോൺഫിഡൻസോട് കൂടി ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ അതേപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യം പറയാം. നമുക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതും ഹാബിറ്റ് മാറ്റുന്നതും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളൊക്കെ ക്രിയേറ്റേഴ്സ് ഓഫ് ഹാബിറ്റ് ആണ് അല്ലെ? ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. സോ ഈ ഹാബിറ്റുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിലും, നമ്മളിപ്പോ സ്വിമ്മിങ്, നീന്താൻ പോകുന്നത്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പോകുന്നത്, ഡാൻസ് കളിക്കാൻ പോകുന്നത്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇതെല്ലാം ഫീൽ ആവുന്നത്. സോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ഓടിക്കുന്നു, എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ട്രാക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. ഓക്കെ, സോ അതായത് ഇപ്പൊ നമുക്കറിയാം, കാലങ്ങളായി വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ബ്രേക്ക് ചവിട്ടി നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റി നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായ ഓർമ്മയുണ്ടാവും. ക്ലച്ച് ചവിട്ടി ഫസ്റ്റിലേക്ക് ഇട്ടു, സെക്കൻഡിലേക്ക് ഇട്ടു എന്നെല്ലാം. സോ അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസിലേക്ക് അതിനെ കയറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ, ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. സോ സേ ഗുഡ് തിങ്സ് ഓൺലി, സേ യെസ് ഐ ഹാവ്. ആ ഒരു മെന്റാലിറ്റിയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ താല്പര്യം. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞേക്കാൾ എപ്പോഴും നല്ലത് യെസ് എനിക്കതുണ്ട് എന്ന്, അബണ്ടൻസ് ആയി ഉണ്ട് എന്നുള്ളത് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യും. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ലേൺ ചെയ്യുക, ഒന്ന് ഹാർമണൈസ് ചെയ്യാനായിട്ട് ലേൺ ചെയ്യുക. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒന്ന് കോഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹാർമണൈസ് ചെയ്യാനായിട്ട് ഒന്ന് ലേൺ ചെയ്യുക. സോ അത് അങ്ങനെ ലേൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മൈൻഡിൽ നല്ല അടിപൊളിയായിട്ട് ഇംപ്ലാന്റ് ചെയ്യും. സോ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും അതിന് വളരെ വലിയ കോർപ്പറേഷനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കോർപ്പറേറ്റിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. സോ ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലർ പറയും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. നെഗറ്റീവായി ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ? എനിക്കതില്ല, എനിക്കത് അങ്ങനെ, എനിക്ക് എന്താ നെഗറ്റീവായി ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റില്ല? സോ യു ആർ ഓൾസോ ക്വാളിഫൈഡ് ടു തിങ്ക് പോസിറ്റീവ്ലി ഓൾസോ. ഓക്കെ, നെഗറ്റീവ് മാത്രമായി ചിന്തിക്കാൻ പറ്റില്ല എന്നല്ല, നെഗറ്റീവായി ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിക്ക് എന്തുകൊണ്ടും പോസിറ്റീവായും ചിന്തിക്കാൻ പറ്റും. സോ അതിന് നമ്മൾ ഒന്നും കൂടി പോസിറ്റീവായി ചിന്തിക്കാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണാൻ തുടങ്ങാം. ഓക്കെ, സോ അതിനെന്താ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, നമുക്കൊരു എക്സാമ്പിളോട് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, കോൺഷ്യസ് മൈൻഡ് ഒരു ക്യാമറയാണെന്ന് വെക്കുക. അതൊരു ക്യാമറയാണ്, നമുക്ക് കാണുന്നതൊക്കെ ഒപ്പിയെടുക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ കോൺഷ്യസ് മൈൻഡിൽ കിട്ടുന്ന ക്യാമറനെ ഒരു സെൻസിറ്റീവ് പ്ലേറ്റിലേക്ക് ആ പിക്ചർ കൊണ്ട് പതിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ ഇപ്പൊ എല്ലാവർക്കും? സോ നമ്മൾ കാണുന്നത് പലതവണ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡ് ഒരു ഫോട്ടോ എടുക്കുകയും അതിനെ നമ്മൾ സെൻസിറ്റീവ് പ്ലേറ്റിൽ പോയി പതിപ്പിക്കുന്ന സ്ഥലമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. സോ എല്ലാം ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ട് നമ്മൾ കാണാൻ നോക്കുക. സോ നമുക്കത് പോസിറ്റീവായി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടോ ജിനെക്സ് എന്ന് പറയുന്നത്? അതായത് മീൻസ് എനിക്ക് മാത്രമല്ല ബാഡ് ലക്ക് വരുന്നത്, എനിക്ക് മാത്രമാണ് അങ്ങനെ, എനിക്ക് മാത്രമാണ് ഇങ്ങനെ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നു. ജിനിക്സ് പറയും കുറെ വ്യക്തികൾ. അതുപോലും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് ചേഞ്ച് അവർ മെന്റൽ ആറ്റിറ്റ്യൂഡ്, അത്ര ഇതിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിനിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് മാത്രം വരുന്ന ബാഡ് ലക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ മാത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇന്നർ പീസ് വേണം, ഒരു ഇന്നർ കാംനെസ് ആൻഡ് മൈൻഡ് ഓഫ്
പീസ് ഓഫ് മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ യെസ് നമുക്കത് കിട്ടും, നമുക്കത് സുഖമായി ചെയ്യാൻ പറ്റും. വീണ്ടും വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ തല പിടിച്ച് ഒരു വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുക ആ സമയത്ത്? എയർ കിട്ടാനല്ലേ? ആ എയർ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും അത് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തല പൊക്കിയെടുക്കാനും തട്ടി മാറ്റി പുറത്ത് വന്ന് ആ ശ്വാസം വലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അതേപോലെ തന്നെയാണ് ഇഫ് യു ഹാൻ ഇന്റൻസ്, ഒരു സിൻസിയർ ആയിട്ടൊരു ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഒരു സിൻസിയർ ഡിസയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് സെർട്ടനായിട്ടുള്ള ഏത് ബ്ലോക്കിനെയും നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ടായ ഡിസിഷനിലോട് കൂടി പുറത്തേക്ക് വരാൻ പറ്റും. സോ നിങ്ങൾക്ക് നല്ലൊരു ഡിസയർ ആയിരിക്കണം, നല്ലൊരു ഇന്റൻസീവായ സിൻസിയർ ആയ ഡിസയർ ഉണ്ടെങ്കിൽ ഏത് പ്രോബ്ലത്തിനെയും ഒരു ക്ലിയർ കട്ട് ആയിട്ടൊരു വഴി നിങ്ങൾക്ക് സുഖമായിട്ട് പുറത്തു വരാൻ പറ്റും. അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്ന കുറച്ച് കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. എന്തെങ്കിലും നമ്മൾ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ യെസ് ഐ ഡു ദാറ്റ്, യെസ് ഐ ഡു ദാറ്റ്, ഞാൻ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ആളാണ്. നമ്മളത് അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കുക. സോ അഡ്മിറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്ന് പറയുന്നത് പേടിയുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. സോ സബ് കോൺഷ്യസ് മൈൻഡിന്റെ താല്പര്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെങ്കിൽ നല്ലതാണെങ്കിൽ പൊട്ടാണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്, ഒരു പൊട്ടൊരു ഹാബിറ്റ് നമുക്കുണ്ട്. സോ നാളെ മുതൽ ഞാൻ ആ പൊട്ട ഹാബിറ്റ് മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച് നിങ്ങൾ 51%, മോർ ദാൻ 51% നിങ്ങൾ ശരിയായി എന്നാണ്. മനസ്സിലായില്ലേ? നമ്മളത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടോ എന്നുള്ള സെക്കൻഡറി. അത് പറയാ, ഡിസ്ട്രക്റ്റീവായ ഹാബിറ്റ് ഞാൻ മാറ്റാൻ പോകുന്ന എന്റെ ലൈഫിൽ ഇനി നാളെ മുതൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് 51% ശരിയാക്കി എന്ന് പറയുന്നത്. സോ നമുക്കൊരു 3 മാജിക്കൽ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ മോഡിൽ ഇരിക്കുക, നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് കാം ചെയ്യുക, നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മൾ കാണുന്ന പോലെ കണ്ണൊക്കെ അടച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഒരു റെസെപ്റ്റീവ് മോഡ്, എന്ത് വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. എന്നിട്ട് നമ്മൾ പറയാ, ശാന്തിയും സമാധാനമുള്ള മൈൻഡാണ് എനിക്ക്, ഞാൻ നന്ദി പറയുന്നു. ശാന്തിയും സമാധാനവുമുള്ള മനസ്സാണ് എനിക്ക്, ഞാൻ നന്ദി പറയുന്നു. ജസ്റ്റ് കണ്ണടച്ച് ജസ്റ്റ് കൂളായിട്ട് നമ്മളത് പറഞ്ഞു നോക്കിയത്, ഇറ്റ് വിൽ ഗിവ് അബണ്ടൻസ് ഓഫ് ഹാപ്പിനെസ് ഫോർ us. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുരങ്ങനെ പോലെ എന്ന് പറയുന്നത്, നമ്മൾ കണ്ണടച്ചപ്പോ വേറെ പല കാര്യങ്ങളിൽ കൂടി. സോ മൈൻഡ് അങ്ങനെ ഡിസ്ട്രാക്ട് പോവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യം, ഈ ശാന്തിയും സമാധാനമുള്ള മനസ്സാണ് എനിക്ക് എന്ന് പറയുന്നത് ഉറക്കെ ചുണ്ടുകൾ തമ്മിൽ തട്ടുന്നത് ഫീൽ ചെയ്ത്, നാവുകൾ തമ്മിൽ തട്ടുന്നത് ഫീൽ ചെയ്ത്, ഉറക്കെ നമുക്ക് ചെവിയിൽ കേൾക്കുന്ന പോലെ നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്തിട്ട് പറയാം. സോ ഡെയിലി നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ഈ മാജിക്കൽ സ്റ്റെപ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. സോ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കണ്ണടച്ച് ഇരിക്കുക. ജസ്റ്റ് കണ്ണടച്ചിരിക്കാൻ, നിങ്ങളുടെ ലൗഡ് വൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ, നിങ്ങളുടെ ആരും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു, അദ്ദേഹം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ പറയുന്നതായിട്ട് കണക്കൂട്ടാം. അദ്ദേഹം നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, യെസ് കൺഗ്രാജുലേഷൻ സുജയ്ലാൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനോ ഫാമിലി ഫ്രണ്ട്സിനോ ആരാണോ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അവരെ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അവരുടെ സൗണ്ടിനെ ഫീൽ ചെയ്യുക, അവരുടെ ടച്ച് നമ്മൾ മെന്റലി ഫീൽ ചെയ്യുക. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും മാത്രം വേഴ്സറ്റൈൽ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ഈ 3 മാജിക്കൽ സ്റ്റെപ്സ് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു പ്രശ്നമോ നമ്മുടെ ഒരു ഫിയറോ ആങ്സൈറ്റിയോ ഡൗട്ടോ നിങ്ങളുടെ മൈൻഡിന്റെ ഡോറിൽ വന്ന് മുട്ടുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നിങ്ങളുടെ മൈൻഡിന്റെ മുന്നിൽ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഒരു സംശയം വന്ന് മുട്ടാണെങ്കിൽ, ഇത് ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ മുട്ടാണെങ്കിൽ ഹോൾഡ് യുവർ വിഷൻ, നിങ്ങളുടെ വിഷൻ ഹോൾഡ് ചെയ്യുക. അതേപോലെ നമ്മളുടെ ഗോളിനെ നമ്മൾ നമ്മൾ ലക്ഷ്യം കറക്റ്റ് കാണുക. അതേപോലെ തന്നെ തിങ്ക് ദ ഇൻഫിനിറ്റ് പവർ വിത്തിൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇൻഫിനിറ്റ് പവറും നമുക്കും ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ, ദാറ്റ് വിൽ ഗിവ് യു കോൺഫിഡൻസ്, പവർ, കറേജ് ടു ബ്രേക്ക് ദ ഡേ ഔട്ട്. So thank you and have a great day. This is Sujala.